ഹായ്, വെൽക്കം ടു ദ സ്റ്റാർട്ടപ്പ് കോച്ച് സെൻസില. ഞാനിന്നിപ്പോൾ വന്നിരിക്കുന്നത്, എനിക്ക് ഭയങ്കര ഒത്തിരി വീഡിയോസ് ഞാൻ അതിനെപ്പറ്റി കണ്ടു. ഒരു എന്താ പറയുക, ഫേമസ് വ്ളോഗർ, ഒരു പ്രമുഖ വ്ളോഗറിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ, അതുപോലെ തന്നെ വ്ളോഗറിൻ്റെ വീഡിയോ പലതവണയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, സംഭവം മറ്റൊരാളെ പറ്റിയിട്ട് അഭിപ്രായം പറയാൻ ഞാൻ ആരുമല്ല, പക്ഷേ ശരിക്കും ഫ്രസ്ട്രേറ്റിംഗ് ആണെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് ആലോചിച്ചാൽ പോരെ, 1 കിലോ കോഴിക്ക് എന്താ വില എന്ന് നമുക്കറിയില്ലേ? പറയുകയാണ്. ആൾ പറഞ്ഞു എന്താണ്, അവിടുത്തെ ആൾക്ക് ഒരു കൊച്ചിയിൽ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ ഫേമസ് വ്ളോഗർക്ക്, ഇപ്പോൾ നിങ്ങൾക്ക് ആളാരാന്ന് മനസ്സിലായി കാണും. അപ്പോൾ ആ വ്ളോഗർ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 രൂപ ഉള്ളവന് അവിടെ വന്ന് കഞ്ഞി കുടിക്കാം, പക്ഷേ ആ കഞ്ഞിയുടെ അളവ് ഞാൻ ഡിസൈഡ് ചെയ്യും. അപ്പോൾ 1 കിലോ കോഴിയിൽ നിന്ന് 8 ഷവർമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 10 ഷവർമേ കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഷവർമയിൽ എത്ര കോഴി വേണം, അതിന് എത്ര രൂപയാവും? നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ? അപ്പോൾ 50 രൂപയ്ക്ക് ഷവർമ വെക്കുന്ന കടയിൽ നിന്ന് നമ്മളത് വാങ്ങാതിരിക്കാനുള്ള വകതിരിവ് നമ്മൾ കാണിക്കും. മനസ്സിലായോ? അതായത് ആ പുള്ളി ഡിസൈഡ് ചെയ്യും. അതായത് ഇപ്പോൾ 20 രൂപയാണെങ്കിൽ കഞ്ഞി പ്ലസ് ഒരു ചുട്ട മുളക് അത് കഴിക്കാമെന്നാണ് പുള്ളി പറയുന്നത്. മറ്റേ നമ്മുടെ കൊണ്ടാട്ടം മുളകില്ലേ അത്. അതേസമയം ഒരു ചോറ് കഴിക്കാൻ ചെല്ലുന്ന ആൾ അതിനുള്ള കൂടെയുള്ള ഓരോ കറിയും കസ്റ്റമൈസ് ചെയ്യണം. അപ്പോൾ പേഴ്സണലി എൻ്റെ ഒരു റിലേറ്റീവിന് ഹോട്ടലുള്ളത് കൊണ്ടിട്ടും കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്കറിയാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു 70 രൂപ അല്ലെങ്കിൽ ഒരു 80 രൂപ പോട്ടെ, 120 രൂപയ്ക്ക് ഒരു ഊണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞപ്പോഴാണ് അതിൽ വൃന്ദാവനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. വൃന്ദാവൻ എന്ന് പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫേമാണ്. ആളുകളെ എന്താ പറയുക, ആതിഥ്യ മര്യാദയോടുകൂടി ട്രീറ്റ് ചെയ്ത് അവർ ആ ഒരു രീതിക്ക് വൃന്ദാവനിൽ നിന്ന് കണ്ടിന്യൂസ്ലി ഓണത്തിന് സദ്യ വാങ്ങിയിട്ട് കഴിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേഴ്സണലി അറിയാം, അതിഥി ദേവോ ഭവ എന്നൊരു ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവരാണ് അവർ. പുള്ളി അവരെ വെച്ചിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യമാണ് വൃന്ദാവൻ. വാട്ട് എവർ, വേറെ ഏത് റെസ്റ്റോറൻ്റ് ആയിക്കോട്ടെ, നോർമൽ റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ നമ്മൾ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഒരു 70 രൂപ, 50 രൂപ, 60 രൂപ മുതൽ ഊണ് കിട്ടുന്നുണ്ട്. പോട്ടെ, ഒരു 70 രൂപയുടെ ഊണ്, അതിൻ്റെ കൂടെ 3 കൂട്ടം കറികളോ 2 കൂട്ടം കറിയോ ഒരു അച്ചാറും പിന്നെ സാമ്പാറോ ഒഴിച്ച് കറികൾ വേറെ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവും. സ്പെഷ്യൽ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങാം. അങ്ങനെയാണ് ശരിക്കും വരുന്നത്. പപ്പടമൊക്കെ ഉണ്ടാവും ആ ഊണിൻ്റെ കൂടെ. ഇത് രണ്ടാമത് നമുക്കൊന്ന് കഴിക്കണം എന്ന് തോന്നിയാൽ നമുക്ക് ഇട്ട് തരും. പക്ഷേ ഈ പെർട്ടിക്കുലർ റെസ്റ്റോറൻറ്റിൽ, അതായത് ഈ പ്രമുഖ വ്ളോഗറുടെ പെർട്ടിക്കുലർ റെസ്റ്റോറൻറ്റ്, ഹംഗ്രി മൃണാൾ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ്. ആ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ചോറിൻ്റെ അളവ്, ആ ചോറിലൊഴിച്ച് നമുക്ക് 20 രൂപയ്ക്ക് ഒഴിച്ച് കൂട്ടാൻ പറ്റുന്ന സാമ്പാർ, അതുപോലെ തന്നെ ഒരു ആവറേജ് ബിരിയാണിയാണ് അവിടെ കിട്ടുന്നത്. ആ ആവറേജ് ബിരിയാണിയിൽ അച്ചാറും ഇതൊക്കെ നമ്മൾ കാശ് കൊടുത്ത് വേറെ കാശ് കൊടുത്ത് വാങ്ങിക്കണം. അതുപോലെ തന്നെ നെയ്ച്ചോറ് വേറെ ഏതെങ്കിലും, ഇപ്പോൾ സാധാരണ ഊണ് വാങ്ങിക്കുകയാണ്. അതായത് ഇഷ്ടമില്ലാത്ത ഡിഷൊന്നും അടിച്ചേൽപ്പിക്കരുതെന്നാണ് അയാൾ പറയുന്നത്. പക്ഷെ അതിലുള്ള ബിസിനസ്സാണ് കംപ്ലീറ്റ്ലി. ശരിയാണ്, ആത്മാർത്ഥത മാത്രം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റില്ല, എന്താ പറയുക, സിമ്പത്തി മാത്രം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് ഭയങ്കര കഴുത്തറപ്പനാണ് കേട്ടോ. പിന്നെ കണ്ടിന്യൂസ്ലി അതിൽ പറയുന്നൊരു ഡയലോഗുണ്ട്, സാധാരണക്കാരന് വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയ റെസ്റ്റോറൻ്റാണ്, സാധാരണക്കാരന് വേണ്ടിയിട്ട് തുടങ്ങിയാണെന്ന്. കൊച്ചിയിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, അത് അപ്പർ ആയിക്കോട്ടെ ലോവർ ആയിക്കോട്ടെ, രണ്ടാമതൊരു ചോറിടണമെങ്കിൽ, കുറച്ച് ചോറിടണമെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട അവസ്ഥ അത് ശരിക്കും ഇല്ല. ഇപ്പോൾ ഇവനൊരു കുഴിമന്തി നമ്മൾ മേടിക്കുവാണെങ്കിൽ 560 രൂപ, 600 രൂപ പോട്ടെ, 700 രൂപ കൊടുത്താലും അത് 4 പേർക്ക് ഇരുന്ന് സുഭിക്ഷമായിട്ട് കഴിച്ച് രണ്ടാമതും പ്രൈസ് വേണമെങ്കിൽ അവർ തരും. അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നില്ല. അതുപോലെ തന്നെയാണ് ഒരു ഊണ്. ഇപ്പോൾ ഏതൊരു റെസ്റ്റോറൻറ്റ് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ പുറകിൽ ശരിക്കും അത് ബിസിനസ്സാണ്. പക്ക പ്യോർലി ബിസിനസ്സാണ് എല്ലാം. കാരണം കാശുണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ. പക്ഷേ അതിന് പുറകിലൊരു സത്യസന്ധതയുണ്ട്. ഇത് ഞാൻ സാധാരണക്കാരന് വേണ്ടി തുടങ്ങിയത്, പക്ഷേ എൻ്റെ ഹോട്ടലിൽ സാധാരണക്കാരന് കയറാൻ പറ്റില്ല, അതാണ് അവസ്ഥ. ഇപ്പോൾ സാധാരണ ഒരു ചോറ് വേണം, എനിക്കൊരു ഇച്ചിരി ചിക്കൻ കറി മതി എന്നുള്ളതിൽ നിന്നാണെങ്കിൽ നമ്മൾ സാധാരണ കടയിൽ ചെല്ലുമ്പോഴത്തേക്കും ഊണ് എല്ലാ കറികളും നമുക്കുണ്ടാവും. നമുക്കിപ്പോൾ സാമ്പാർ വേണമെങ്കിൽ അതും കിട്ടും. ഇനിയിപ്പോൾ ഞാൻ ഊണ് കഴിക്കുകയാണ്, എനിക്ക് ബിരിയാണിയുടെ കൂടെയുള്ള സാലഡ് കുറച്ച് വേണമെന്ന് പറഞ്ഞാൽ അതും നമുക്ക് തരാറുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഊണിൻ്റെ കൂടെ ഇപ്പോൾ എനിക്ക് ചോറിന് പെർട്ടിക്കുലർ റേറ്റ്, പിന്നെ അതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് അച്ചാർ വേണം, അതിനൊരു റേറ്റ്, പിന്നെ തൈര് വേണം, തൈരിനൊരു റേറ്റ്, പിന്നെ ഇച്ചിരി ബീഫ് വേണം, ബീഫിനൊരു റേറ്റ്. ബീഫൊക്കെ കിട്ടുന്നത് ഇത്രയുള്ളൊരു പാത്രത്തിൽ. എന്നിട്ട് പറയുന്ന അത് ഒഴിച്ച് എത്ര പിടി ചോറ് ഞാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിലൊരു എക്സ്പ്രഷനുണ്ട് പുള്ളിയുടെ ഹോട്ടലിൽ നിന്ന് തന്നെ. ഈ വ്ളോഗർ ഫുഡ് കഴിച്ചിട്ട് ആളുടെ ഒരു എക്സ്പ്രഷനുണ്ട്, ഒരു
അപ്പോൾ ഈ പെർട്ടിക്കുലർ വ്ളോഗർ ആ ഒരു റെസ്റ്റോറൻറ്റിൽ, അയാളുടെ തന്നെ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഈ ചോറും ബീഫും തൈരും ഒക്കെ കൂട്ടിയിട്ട് ഊണ് കഴിക്കുന്നത്, പപ്പടത്തിനും കാശ് കൊടുക്കണം കേട്ടോ അവിടെ. അപ്പോൾ ഞാൻ പേഴ്സണലി ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് പപ്പടം വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ സാധാരണ ഊണ് കഴിച്ചാലും ഞാൻ കുറച്ച് ചോറേ കഴിക്കാറുള്ളൂ, പക്ഷേ ആ ഊണിൻ്റെ കൂടെ ഞാൻ ചിലപ്പോൾ ഒരു പപ്പടവും കൂടി എക്സ്ട്രാ വയ്ക്കും. ഇതുവരെ ആരും എൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് മേടിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ബൃന്ദാവനിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ടൈമിലാണെങ്കിലും പുലാവ് കഴിക്കുമ്പം എനിക്ക് സോസ് അധികം വേണം. അപ്പോൾ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോഴൊക്കെ ഇവിടെ ഈ പെർട്ടിക്കുലർ റെസ്റ്റോറൻറ്റിലാണെങ്കിൽ, ബൃന്ദാവനം ഞാൻ എടുത്തു പറയുന്നത് വേറെ ഒന്നും കൊണ്ടിട്ടില്ല, ഞാൻ കഴിച്ചിട്ടുണ്ട്, എനിക്ക് ആ ഫുഡിൻ്റെ ക്വാളിറ്റി അറിയാവുന്നത് കൊണ്ടാണ്. പക്ഷേ ഒരു ആവറേജ് ഫുഡിന് ഈ പെർട്ടിക്കുലർ വ്ളോഗർ കൊടുക്കുന്ന ഹൈപ്പ്, അത് മാത്രമല്ല ആളുടെ റെസ്റ്റോറൻറ്റിൽ ഒക്കെ തന്നെ കഴിച്ചിട്ട്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്, റെസ്റ്റോറൻറ്റിലിരുന്ന് കഴിച്ചിട്ട് ആ ബീഫ് ഒഴിച്ച് തൈര് ഒഴിച്ച് ചോറിട്ട് പപ്പടവും കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ ഇരുന്ന് ഇതിങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അത് വല്ലാത്തൊരു എക്സ്പ്രഷനാണ്. എന്താ പറയുക, അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റുകളിലെല്ലാം പോയിട്ട്, സാധാരണക്കാരൻ്റെ റെസ്റ്റോറൻ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഫുഡ്, ഹൈജീനിക് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് ഇതിനതില്ല, ഇതിന് ചൂടില്ല, ഇതിന് ആ ഒരു ടേസ്റ്റ് ഇല്ല, ഈ ഒരു ടേസ്റ്റ് ഇല്ല, അത് അങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, മസാല നല്ലതാണ്, പക്ഷേ ഇതങ്ങനെയല്ല, ഇതും ഇങ്ങനെയല്ല, പറയാത്ത കുറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ആളുടെ ഹോട്ടലിൽ എന്താ പറയുക, ഈ ചേരിച്ച ബിരിയാണി. അതുപോലെ തന്നെ എനിക്ക് ഫേമസ് ഫുഡ് വ്ളോഗറോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആൾ പറയുന്നതാണ് ആത്മാർത്ഥതയിട്ട് പുഴുങ്ങിയ കഞ്ഞിയാവില്ലെന്ന്. ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. ആത്മാർത്ഥതയിട്ട് പുഴുങ്ങിയ ഒബ്വിയസ്ലി കഞ്ഞി ഉണ്ടാവില്ല, അതിനരി തന്നെ വേണം. അപ്പോൾ അതരി മേടിക്കാൻ കാശും വേണം, ശരിയാണ്. പക്ഷേ ചെയ്യുന്ന ബിസിനസ്സിൽ ആ കാശുണ്ടാവണമെങ്കിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ ജോലിക്ക് പോകണം, ശരിയാണ്. പക്ഷേ ചെയ്യുന്ന ജോലിയിലും ബിസിനസ്സിലും ആത്മാർത്ഥതയില്ല, സത്യസന്ധതയില്ലെങ്കിൽ അത് ഏത് നിമിഷം വേണമെങ്കിലും അടച്ചു കൂട്ടാം. അതുകൊണ്ട് അതാലോചിച്ചാൽ ഈ ഫുഡ് വ്ളോഗർക്ക് എന്താ പറയുക, ഭാവിയിലേക്ക് നല്ല രീതിക്ക് മുന്നോട്ട് പോകാം. പ്യോർലി ബിസിനസ് എന്ന് കാണാതെ എന്താ പറയുക, അതിഥി ദേവോ ഭവ എന്ന രീതിക്ക് ട്രീറ്റ് ചെയ്താൽ മാത്രമേ ഒരു ബിസിനസ്സിൽ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്താൽ മാത്രമേ ആ ബിസിനസ് വിജയിക്കുകയുള്ളൂ. കാരണം അത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂടിയാണ്. ഓക്കെ, താങ്ക് യു. 50 രൂപയുടെ ഷവർമ കിടിലോ, സൂപ്പർ. 100 രൂപ കൂടുതൽ കൊടുത്തു, 150 രൂപയ്ക്കും 180 രൂപയ്ക്കൊക്കെ ഞാൻ ഷവർമ മേടിച്ചിട്ടുണ്ടായിരുന്നു ആളും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ 50 രൂപയുടെ ഷവർമ സൂപ്പറാ.